ബിഗ് ബ്രേക്കിംഗ് സൂപ്പർ ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 പുത്തൻ ഭാവത്തിൽ, പുത്തൻ രൂപത്തിൽ, പുതിയ വെർഷനിൽ. എന്താണ് സംഭവം അറിഞ്ഞോ? ഹോസ്റ്റ് ആരാണ്? ലാലേട്ടനാണോ, ടൊവിനയാണോ, പൃഥ്വിയാണോ, മന്ദയാണോ? എല്ലാത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. കൺഫേംഡ് അപ്ഡേറ്റ്, ബിഗ് ബ്രേക്കിംഗ്, സൂപ്പർ ബ്രേക്കിംഗ്, ഷോക്കിംഗ് അപ്ഡേറ്റ്. നിങ്ങൾ ഞെട്ടും. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരുന്ന സംഭവമാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം. എന്താണ് സംഭവം എന്ന് അറിഞ്ഞോ? അറിഞ്ഞില്ലല്ലോ, പറയാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് എന്തായാലും താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും FB പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആ അപ്ഡേറ്റ് ഞാനങ്ങ് പൊട്ടിക്കുവാണ്. ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഒരു 100 കോപ്പി വരും. ഈ അപ്ഡേറ്റിന്റെ 100 കോപ്പി വരും. ബിഗ് ബോസ് മലയാളം സീസൺ 7 വേണ്ടി ഒരു പുതിയ സെറ്റ് ബിഗ് ബോസ് ടീം വാങ്ങിച്ചിരിക്കുകയാണ്. എക്സൈറ്റ്മെന്റ് ഇല്ലേ നിങ്ങൾക്ക്? എനിക്ക് എന്തായാലും എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തുകൊണ്ട് ഞാൻ പറയാം. ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ബിഗ് ബോസിന് സെറ്റില്ല. ഒരു വർഷം മറാത്തിയിൽ നടക്കും, ഒരു വർഷം മുംബൈയിൽ നടക്കും, ഒരു വർഷം ചെന്നൈയിൽ നടക്കും, ഒരു വർഷം ലൊണാവലയിൽ നടക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. വല്ലവരുടെ സീസൺ, തമിഴ് സീസൺ തീർന്നില്ലല്ലോ, ഹിന്ദി സീസൺ തീർന്നില്ലല്ലോ, മറാത്തി സീസൺ തീർന്നില്ലല്ലോ എന്നും പറഞ്ഞ് കാത്തു കെട്ടി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. സെറ്റ് നമുക്കങ്ങ് തുടങ്ങാമായിരുന്നില്ലേ എന്നൊക്കെയാണ് എല്ലാവരും കമന്റ് ബോക്സിൽ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തവണ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഭഗവാനെ, പടച്ചോനെ, ഈശോയെ, നന്നായി ഒരു പുതിയ സെറ്റ്, അതെ, ഒരു പുത്തൻ സെറ്റ് വാങ്ങിക്കാൻ പറ്റിയിരിക്കുകയാണ് മലയാളം ബിഗ് ബോസിന് വേണ്ടിയിട്ട്. അത് ഞാൻ അറിഞ്ഞത് ചെന്നൈയിലാണെന്നാണ് കേട്ടോ. കേരളത്തിലല്ല സെറ്റ് വാങ്ങിച്ചിരിക്കുന്നത്, ചെന്നൈയിലാണ് നമ്മുടെ തമിഴ് ബിഗ് ബോസിന്റെ സെറ്റ് ഉള്ളത്. അതിന്റെ അടുത്തായിട്ടാണ്. അതിന്റെ എത്ര അടുത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ മുംബൈയിലാണ് നമ്മുടെ ഈ മറാത്തിയുടെ സെറ്റും മുംബൈ ഹിന്ദി ബിഗ് ബോസിന്റെ സെറ്റും മറാത്തി ബിഗ് ബോസിന്റെ സെറ്റും ഒരു ജംഗ്ഷൻ വ്യത്യാസത്തിലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇനി അതുപോലെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ചെന്നൈ സെറ്റിന്റെ കുറച്ച് അടുത്തായിട്ടാണ്, അതായത് EVP ഫിലിം സിറ്റിയിൽ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ സെറ്റ് മലയാളം ബിഗ് ബോസിന് വേണ്ടി വാങ്ങിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. അതെന്താന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ സെറ്റുകളൊക്കെ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു 2015 അതിനൊക്കെ മുന്നേ, 2015 മുന്നെയാണ് ബിഗ് ബോസിന്റെ സെറ്റുകളെല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. കന്നഡ ആയാലും, ഹിന്ദി ആയാലും, മറാത്തി ആയാലും, തമിഴ് ആയാലും, തെലുങ്ക് ആയാലും, ബംഗ്ലായാലും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഈ 2015 മുന്നെയാണ്. കാരണം അപ്പോൾ മുതൽക്കാണ് ബിഗ് ബോസ് തുടങ്ങിയത്. തമിഴും തെലുങ്കും മറാത്തിയും കന്നഡയും ഹിന്ദിയൊക്കെ തുടങ്ങിയത് അപ്പോഴാണ്. നമ്മുടെ മലയാളത്തിന് സെറ്റ് ഇല്ലാത്തതുകൊണ്ട്, മലയാളത്തിന് കേരളത്തിൽ വാങ്ങിക്കാൻ സ്ഥലമില്ലെന്നൊക്കെയാണ് പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മുടെ മലയാളത്തിന് ഇതുവരെ സ്വന്തമായിട്ടൊരു സെറ്റ് ഇല്ല. തമിഴ് ബിഗ് ബോസിന്റെ തെലുങ്കിനെയും മറാത്തിയെയും ഹിന്ദിയൊക്കെ താങ്ങിയാണ് നമ്മൾ ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ഒരു സെറ്റ് വാങ്ങിച്ചപ്പോൾ, ഈ 2025 വാങ്ങിക്കുമ്പോൾ അതിന്റെ ഫുൾ കംപ്ലീറ്റ് സ്ട്രക്ചർ ചേഞ്ച് ആകും എന്നെന്റെ മനസ്സ് പറയുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം പണ്ട് വാങ്ങിച്ച ഒരു രീതിയാണ്. പണ്ട് ഹിന്ദി ബിഗ് ബോസ് കാണും പോലെയാണോ ഇപ്പൊ നമ്മൾ കാണുന്നത്? നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി നോക്കുക. സീസൺ 4, 5 ടെർമോകോൾ വീട് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ അതിനെ പുതുക്കി 2024 വരെയൊക്കെ എത്തി നിൽക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ആ വീടിന് വന്നിട്ടുണ്ട്. സെറ്റ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ സെറ്റിന് വരുമ്പോഴത്തേക്കും ഒത്തിരി മാറ്റം അതിനകത്ത് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ കാണുന്ന ഓരോ വർഷവും നമുക്കറിയാം, നമ്മൾ കാണുന്ന കൺഫഷൻ റൂം, ഹിന്ദിയൊക്കെയാണ് ഞാൻ പറയുന്നത്. മലയാളം ഓരോ വർഷം ഓരോടത്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവൂല. ഹിന്ദിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ വർഷം കാണുന്ന കൺഫഷൻ റൂം അവിടെ തന്നെ, ലിവിംഗ് റൂം അവിടെ തന്നെ, കിച്ചൺ അവിടെ തന്നെ, ഗാർഡൻ ഏരിയ അവിടെ, അല്ലേ? മാറ്റമില്ല. ഇന്റീരിയറിന് മാറ്റം വരുന്നു, ഡിസൈനിന് മാറ്റം വരുന്നു, കുറെ അതിനകത്ത് എക്സ്ട്രാ കുറെ സാധനങ്ങൾ വരുന്നു. റാദർ ദാൻ ദ ഡിസൈൻ ഓർ വേറെന്തെങ്കിലും അവിടെ വേറൊരു മാറ്റം വരുന്നില്ല. പക്ഷേ ഇപ്പൊ ഈ വർഷമാണ്. അപ്പം നമ്മൾ ഓരോ വർഷം നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും അവിടെ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ആ സെറ്റിൽ ഇനി സെറ്റേ ഉള്ളൂ. സെറ്റിൽ ഇനി പണി ചെയ്യണം. ഓരോ ഇങ്ങനെ ചെയ്തെടുത്ത് കൺഫഷൻ റൂമിന് ഇത്ര സ്ഥലം, കിച്ചൺ ഇത്ര സ്ഥലം, ലിവിംഗ് റൂമിന് ഇത്ര സ്ഥലം, ആക്ടിവിറ്റിക്ക് ഇത്ര സ്ഥലം, ബെഡ്റൂമിന് ഇത്ര സ്ഥലം, ഗാർഡൻ ഇത്ര സ്ഥലം, എൻട്രൻസിന് ഇത്ര സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നും ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചെയ്തെടുക്കുന്നത് ഏത് വെർഷനായിരിക്കും? പുതിയ വെർഷൻ. പഴയ കൺഫഷൻ റൂമിന് ഒരു ഇത്ര സ്ഥലമേ ഉള്ളുവെങ്കിൽ, പണ്ടത്തെ രീതി അനുസരിച്ച് കൺഫഷൻ റൂമിന് ഇത്ര സ്ഥലം മതി എങ്കിൽ ഇത്തവണ അവർക്ക് അത് കൂട്ടാം, കുറയ്ക്കാം. ലിവിംഗ് റൂമിന് പണ്ട് ഇത്രയും മതിയെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഇത്രയാക്കാം. കിച്ചൺ ഇത്ര മതിയെങ്കിൽ ഇങ്ങനെയാക്കാം. അപ്പൊ എങ്ങനെ വേണോ അവർക്ക് അതിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. അവർക്ക് ഉള്ള സ്ഥലത്തിൽ. ഇപ്പൊ എത്ര സ്ഥലമാണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. സ്ഥലം എന്ന് പറഞ്ഞാൽ നിസ്സാര സ്ഥലമല്ല. നമ്മൾ കാണുന്ന ബിഗ് ബോസ് വീടിന് വേണ്ടി മാത്രമുള്ള സ്ഥലമല്ല. കാരണം അത് നമ്മൾ കാണുന്ന ബിഗ് ബോസ് ആണ്. അതിന്റെ പിറകിൽ എഡിറ്റിംഗ് ടീമിന് വർക്ക് ചെയ്യണം. ഇവർക്ക് ആഹാരത്തിന് വേണ്ടി സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യണം. ഓരോ ടാസ്കിന് വേണ്ടി റെഡിയാക്കുന്ന സാധനങ്ങൾ, അത് താമസിക്കാൻ ആൾക്കാർ, എഡിറ്റിംഗ് ടീം, ഇതിന്റെ ടെലികാസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻസ്, പിന്നെ സ്റ്റേജ്,
അപ്പോൾ ഒത്തിരി പേര് ഒരു 100-400 പേർക്ക് ഡെയിലി താമസിക്കാനുള്ള ഇതിന്റെ പിറകിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം വേണം ടീമിന്. BB ടീം ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്പെഷ്യൽ മൾട്ടി എന്താ പറയാ സ്പെഷ്യാലിറ്റികൾ ഉള്ള സാധനങ്ങളെല്ലാം വേണം. AC മറ്റേത് മറിച്ചതൊക്കെ വേണം. അപ്പൊ അങ്ങനെ ഒത്തിരി സ്ഥലമാണ്. നമ്മൾ കാണുന്ന വീട് മാത്രമല്ല, ഒത്തിരി സ്ഥലം ഇതിന് വേണം ആവശ്യമായിട്ട്. അപ്പം ഇതെല്ലാം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി അവരവിടെ പണികൾ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ എന്തായാലും സൂപ്പർ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ കേട്ടപ്പോൾ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഞാൻ തുള്ളിച്ചാടുമായിരുന്നു വിവരം ഞാൻ അറിഞ്ഞപ്പം. കാരണം എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി. കാരണം സ്വന്തമായിട്ടൊരു സെറ്റ്. പക്ഷെ ഓരോ വർഷം പുതിയ പുതിയ സെറ്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറാത്തിയിൽ ഒരു വർഷം, ഹിന്ദിയിൽ ഒരു വർഷം, പിന്നെ എന്താ പറയാ തമിഴിൽ ഒരു വർഷമൊക്കെ നടക്കുമ്പോൾ ഇത്തവണ അവിടെ ഇത്തവണ ഇവിടെ നമുക്കൊരു സന്തോഷമുണ്ട്. എന്നാലും ഇത്തവണ പുതിയ സെറ്റ് എന്ന് അറിയാൻ പറ്റിയപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് വന്നല്ലോ. ഈ വാടക വീട്ടിൽ കിടന്നിട്ട് സ്വന്തം വീട് വാങ്ങിച്ചപ്പോൾ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു റിവ്യൂവറാണ്, ബിഗ് ബോസിന് ഭയങ്കര വലിയൊരു ഫാൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ അത് കമന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് സെറ്റിന്റെ കാര്യം. ഇനി അടുത്ത് ഹോസ്റ്റ് ആരാണ് എന്നുള്ള ചോദ്യമാണ്. ഞാൻ അറിഞ്ഞത് ലാലേട്ടൻ തന്നെയാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളത്തിന്റെ ഹോസ്റ്റ്. ഞാൻ നിങ്ങളോട് വന്ന് തുടക്കത്തിൽ പറഞ്ഞത് ജൂൺ ജൂലൈ ഒക്കെ ആ സമയത്ത് കഴിഞ്ഞ വർഷമേ. ലാലേട്ടൻ ഇത്തവണ ഇല്ല, എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. മമതയാണ് വരാൻ പോകുന്നത്. പൃഥ്വിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പൃഥ്വി റിജക്ട് ചെയ്തു. ടൊവിനോ അടുത്ത് പറഞ്ഞ് സംസാരത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ മമതയെ നോക്കുന്നുണ്ട്, ലാലേട്ടൻ നോക്കുന്നുണ്ടെന്നൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അറിഞ്ഞത് ലാലേട്ടൻ തന്നെയാണ് കൺഫേംഡ് ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 വേണ്ടി ഹോസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. എന്തായാലും നന്നാവട്ടെ. ഒരു പുതിയ ഒരു സീസൺ ഞാൻ പറഞ്ഞല്ലോ, ജിയോയും ഈ പറഞ്ഞ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അല്ല, ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ, എന്റെ മോൾ ഷൈനി, ഏഷ്യാനെറ്റ് ചേർന്ന് നടത്തുന്ന ഒരു പുതിയ വെർഷൻ ബിഗ് ബോസ് ആണ്. കാരണം ഈ ബിഗ് ബോസിനകത്ത് ഈ ബിഗ് ബോസ് 7 വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് ഫ്രഷ് ആയിട്ട് ഒരു പുതിയ ഭാഷയിൽ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് സീസണിൽ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോകാൻ പറ്റും. കാരണം അവർക്ക് എല്ലാം പുതിയതാണ്. കഴിഞ്ഞ സീസണിലെല്ലാം പഴയെന്നല്ല, വീട് മാത്രമായിരിക്കും എല്ലായ്പ്പോഴും പുതിയ കണ്ടസ്റ്റൻസിന് എന്താ പറയുക പുതിയതായിട്ട് കിട്ടാൻ പോകുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, മൊത്തം സെറ്റ് വീട്, പിന്നെ സെറ്റ് വീട് എല്ലാം ടീം, ചിലപ്പോൾ ടാസ്കുകൾ വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ നോർത്ത് ഇന്ത്യൻ ബിഗ് ബോസ് ഉള്ള ടാസ്ക് ആയിരിക്കും. കാരണം ജിയോ അല്ലേ നടത്തുന്നത്. അപ്പൊ അതിലെ ടാസ്കുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീണ്ടും ഞാൻ പറയുന്നു, ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇനി എത്രയൊക്കെ സെറ്റ് അടിപൊളി എന്ന് പറഞ്ഞാലും ടീം അടിപൊളി എന്ന് പറഞ്ഞാലും കണ്ടസ്റ്റൻസിന്റെ കയ്യിലാണ് ഗെയിം ഇരിക്കുന്നത്. കണ്ടസ്റ്റൻസ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പോക്കാണ്. പിന്നെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പറഞ്ഞത് കൺഫേംഡ് തന്നെയാണ്, അതിൽ ഒരു മാറ്റമില്ല. കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഓഗസ്റ്റിലാണെങ്കിലും ഇപ്പൊ എനിക്കൊരു എന്താ പറയാ ക്യൂരിയോസിറ്റി ഉണ്ടോ, കുഴപ്പമില്ല, പയ്യെ വന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്വന്തമായിട്ട് സെറ്റൊക്കെ ആയല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട്. എന്തായാലും വരട്ടെ. സെലിബ്രിറ്റീസിനൊക്കെ ഓഡീഷൻ കോഴ്സ് പോയതായിട്ട് അറിയുന്നുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത, നമ്മൾ പണ്ടൊക്കെ സീസൺ 2-ലും 3-ലും 4-ലൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. പിന്നെ അങ്ങോട്ട് പേരൊന്നും പറയാനില്ല, ഇവർ വരത്തൊന്നും ഇല്ലടേ എന്നൊക്കെ നമ്മൾ കരുതി വെച്ചിരുന്ന സെലിബ്രിറ്റീസിനൊക്കെ കോള് പോകുന്നുണ്ട്. അവർ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് സെലിബ്രിറ്റീസിനൊക്കെ. എന്തായാലും ഒരു സൂപ്പർ സീസൺ ആവട്ടെ. ഓഡിഷൻ കോള് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്റർവ്യൂ ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇന്റർവ്യൂ തന്നെ ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്. കോള് വിളിച്ചിട്ട് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്നൊക്കെ ചോദിക്കുന്ന പ്രോസസ്സ് മാത്രമേ ഇപ്പൊ ആയിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് പേരെയൊക്കെ വിളിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പ്രഡിക്ഷൻ ലിസ്റ്റ് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും. നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട്? നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോയി ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമന്റ് ചെയ്യാന്ന് പറഞ്ഞു, അവിടെ പോയി കമന്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻസ് ചേർത്ത് വെച്ച് ഞാനൊരു വീഡിയോ വരും, എന്നിട്ട് ഞാൻ എന്റെ പ്രഡിക്ഷൻ ഇടുള്ളൂ. സോ നിങ്ങളുടെ പ്രഡിക്ഷൻസ് പോയി അവിടെ കമന്റ് ചെയ്യുക. കോമൺ ആയിട്ട് വരുന്ന ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പൊ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.